നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി പാസ്വേഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിന് വേണ്ടി പാസ്വേഡ് ടൈപ്പ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വേണ്ടി നമ്മൾ പാസ്വേഡുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡുകൾ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മുടെ പാസ്വേഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ചോർന്നു പോകും. നമുക്കറിയില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് എങ്ങനെ അത് മറ്റു ഒരാളുടെ കയ്യിലെത്തി അയാൾ എങ്ങനെ അത് ഓപ്പൺ ചെയ്തതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ പാസ്വേഡുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്ത് അത് തൊട്ടടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് ചോർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ കാണിച്ചുതരാം. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾ ആ സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡുകൾ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ സാധിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തുമ്പോൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. കാണാൻ നിങ്ങൾക്ക് ഷോ പാസ്വേഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഒരു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ സെർച്ച് ചെയ്യാനുള്ള ഭാഗത്ത് ഇതുപോലെ ഷോ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഷോ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ അതേ സെറ്റിങ്സിലേക്ക് എത്താൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ ഷോ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പാസ്വേഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. നമ്മുടെ ഫോണിനകത്ത് ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ഒക്കെ പാസ്വേഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടർ, ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ പാസ്വേഡുകൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ടൈപ്പ് ചെയ്യുന്ന വേർഡുകൾ നമുക്ക് പാസ്വേഡ് ഭാഗത്ത് കാണാൻ സാധിക്കും. കുറഞ്ഞ സമയത്തേക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാനിവിടെ എ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീനിൽ എ എന്ന് കാണാൻ സാധിക്കും. അതിന് ശേഷം മാത്രം ഇത് ഡോട്ടായിട്ട് മാറും. എന്നാൽ ഇപ്പോൾ നോക്കുക, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ വേർഡും ഇവിടെ ഡോട്ടായിട്ട് മാറുകയാണ്. ഇവിടെ നമുക്ക് അക്ഷരങ്ങൾ കാണിക്കുന്നില്ല. എന്താണോ ടൈപ്പ് ചെയ്തതെന്ന് പാസ്വേഡ് ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കില്ല. ഇത് നമുക്ക് സെക്യൂർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനകത്ത് ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ ട്രാക്ക് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട ആപ്പുകൾക്കൊക്കെ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാസ്വേഡുകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് ചോർത്തി കൊണ്ടുപോകാനും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഏതൊക്കെ വേർഡുകളാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെന്ന് നമ്മുടെ പാസ്വേഡ് ഭാഗത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുകയുമില്ല. ഇത് നിങ്ങളുടെ പാസ്വേഡിനെ കൂടുതൽ സെക്യൂർ ചെയ്യും. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ തൊട്ടടുത്തിരുന്ന് ഒളിഞ്ഞു നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ പാസ്വേഡ് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും സാഹചര്യത്തിൽ ഹാക്ക് ആവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ റെക്കോർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്വേഡുകളൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇതിലൂടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ചെറിയൊരു സെറ്റിങ്സാണ്, ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.